ഹലോ ഗെയ്സ്, അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കലിംഗ സംവാദവും വിവാദവും ഒപ്പം സുരേഷ് ഗോപിയും. നമ്മുടെ കേരളത്തിൽ 20 എംപിമാരുണ്ട്. അതിൽ 19 എംപിമാരും ആ ഒരു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു പൊടി പോലുമില്ല. ഇപ്പോൾ വാർത്തകളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ വിവാദങ്ങളുമായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് സുരേഷ് ഗോപിയാണ്, നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം എംപി. ദയവായി ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്നെ ഒരു സംഖ്യയായിട്ട് മുദ്ര കുത്തരുത്. ഈ BJPക്കെതിരെയും ഞാൻ മുമ്പ് വിമർശനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു അനുകൂലിയല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമല്ല. ഈ കലിംഗ സംഭവത്തിൽ അടുത്തടുത്ത് 2 സംഭവങ്ങൾ, ഒന്ന് ആ വേലായുധൻ ചേട്ടൻ്റെ വീട് വയ്ക്കുന്നതും, നമ്മുടെ ഒരു ചേച്ചി ഫണ്ട് ചോദിച്ചതിനെതിരെ മുഖ്യമന്ത്രിയോടത്ത് പോയി നേരിട്ട് ചോദിക്കൂ, അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൂടെ എൻ്റെ നെഞ്ചത്ത് എന്തിനാണ് കയറുന്നത്. ഈ 2 സംഭവങ്ങളാണ് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഒരു സംഭവം ജസ്റ്റ് ഞാൻ വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം. അല്ലെ, ആ ദൃശ്യങ്ങൾ കാണാം. കൊച്ചു വേലായുധൻ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ ഇത് വീട് വയ്ക്കാനോ മറ്റോ ഉള്ള ഒരു നിവേദനമാണ് സുരേഷ് ഗോപിയുടെ കയ്യിൽ കൊടുക്കുന്നു. അത് കയ്യിൽ കൊടുക്കുമ്പോൾ സുരേഷ് ഗോപി നേരെ തിരിച്ചു കൊടുക്കുകയാണ്. ഇതൊന്നും എൻ്റെ പണിയല്ല, ഇത് പഞ്ചായത്തിനോടോ മറ്റോ നിങ്ങൾ പറയുക എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. കലിംഗ സംവാദം. അപ്പം തൊട്ടപ്പുറത്തൊരു നീല ഉടുപ്പിട്ടൊരു കക്ഷിയുണ്ട്. അപ്പോൾ നീല ഉടുപ്പിട്ട മറ്റൊരു ചേട്ടൻ, ആ ചേട്ടൻ കയ്യിലൊരു അപേക്ഷ കരുതിയിരുന്നു. അപ്പോൾ ഈ കൊച്ചു വേലായുധനോട് സുരേഷ് ഗോപി പ്രതികരിച്ചത് കണ്ടിട്ട് നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം എംപി തൃശ്ശൂരിങ് എടുക്കുക എന്ന് പറഞ്ഞ് അതിനുശേഷം പലപ്പോഴും വിവാദങ്ങളിൽ മാത്രം നിറഞ്ഞു നിൽക്കുകയാണ് ഈ സുരേഷ് ഗോപി സാർ. ഒരു കാര്യത്തിലോട്ട് വരുമ്പോൾ, പരമ്പരാഗതമായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല ഇദ്ദേഹം, ഒരു സിനിമ പ്രവർത്തനമാണ്, സിനിമാ നടനായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു രാഷ്ട്രീയപരമായിട്ട് ഇടപെടേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും ഇദ്ദേഹത്തിന് അറിയത്തില്ല. ഇപ്പോഴും നിലവിൽ മുമ്പത്തെ പോലെ തന്നെ ഒരു സിനിമാക്കാരൻ്റെ, അതായത് ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു പരിവേഷത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സമീപനവും സാധാരണക്കാരോട് ഇപ്പോഴും നിൽക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയാണ്. ഒരു രാഷ്ട്രീയക്കാരെ എങ്ങനെയാണോ ഇതുപോലത്തെ ഒരു നിവേദനങ്ങളൊക്കെ വരുമ്പം എങ്ങനെയാണ് സമീപിക്കുന്നത്, എങ്ങനെയാണ് പറയേണ്ടത്, അതിനെക്കുറിച്ച് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ധാരണയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ സ്വയമേ ഓരോ വിവാദങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നിവേദനം കൈവന്ന സമയത്ത് അദ്ദേഹത്തിന് പറയാം, ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു രീതിക്ക് സമീപനമാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വിവാദം വരത്തില്ലായിരുന്നു. അത് വാങ്ങിച്ചതിന് ശേഷം ഇത് ആർക്കാണ് കൊടുക്കേണ്ടത്, ആരേക്കാണ് കാണേണ്ടത് എന്ന് പറഞ്ഞൊരു നിർദ്ദേശം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അതിനുശേഷമാണ് ഈ നിവേദനം തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സംഭവം വികാസങ്ങളെ ഉണ്ടാവത്തില്ലായിരുന്നു. അതല്ലെങ്കിൽ പിന്നീട് ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ നിവേദനം നടക്കുമെന്ന് പറഞ്ഞ് കയ്യിൽ വാങ്ങിച്ചു വെച്ച് പിന്നീട് അത് ഉപേക്ഷിച്ച് കളയുക. അതായത് നേരിട്ട് കേന്ദ്രമന്ത്രിക്കാണ് ഇത് ഈ ഒരു ലെറ്റർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് നടക്കും എന്നുള്ളൊരു എന്താ പറയുക വിശ്വാസത്തോടു കൂടി ഇരുന്നേനെ. ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു തന്മയത്വത്തോടെ അല്ലാതെ എടുത്തടിച്ച കണക്ക് ഇത് നടക്കത്തില്ല, ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, ഇത് പഞ്ചായത്തിലൊക്കെയാണ് കൊണ്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു പ്രശ്നം എന്താ പറയുക പൊട്ടിപ്പുറപ്പെട്ടു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ ഒരു വേലായുധൻ പറഞ്ഞ ഇദ്ദേഹം ഒരു കടുത്ത സഹാവാണ്. വർഷങ്ങളായിട്ട് തുടക്കം മുതലേ ഒരു കടുത്ത സഹാവാണ്. നമ്മുടെ ആ ഒരു പഞ്ചായത്തിൽ ഭരിക്കുന്നതും CPM ആണ്. അപ്പം ഇത്രയും വർഷങ്ങളായിട്ട് എന്തായാലും ഇപ്പോഴേ ഒരു സഡനായിട്ടല്ലല്ലോ ഇദ്ദേഹം ഈ ഒരു കഷ്ടത അനുഭവിക്കുന്നത്. കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒബിയസ്ലി ആ ഒരു പഞ്ചായത്തിലും ബാക്കിയൊക്കെ ഈ നിവേദനം കൊണ്ടും അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ടും കാണും. എന്നിട്ട് പോലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായില്ല. ഇദ്ദേഹം ഇത് നിരസിച്ച സമയത്ത് ഉടനെ ഇത്രയും നാളും ഇല്ലാത്ത CPM ഉടനെ വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞങ്ങ് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പം കുറെ അതിന് കൈകൊട്ടാനും എന്താ പറയുക ജയ് വിളിക്കാനും കുറെ മൊണ്ണകൾ. ഇത് അത്യാവശ്യം തലയ്ക്കകത്ത് ആൾതാമസം ഉള്ളവർക്കും മലയാളം പറഞ്ഞാൽ മനസ്സിലാവുന്നവർക്കും മനസ്സിലാവും ഇത് ആരുടെ ഭാഗത്താണ് പൂർണ്ണമായിട്ടുള്ള തെറ്റ് ഉള്ളതെന്ന്. സുരേഷ് ഗോപി എന്ന MPയുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു സാധാരണക്കാരോടുള്ള സമീപനം, ഒരു സംസാരം, അത് തെറ്റാണ്. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നുള്ള ഒരു വീഴ്ചയാണ്. പക്ഷെ ഇത്ര വർഷങ്ങളായിട്ട് ഈ ഒരു വീട്ടിൻ്റെ ആ ഒരു ഇഷ്യൂവിന് കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കാത്തത് ആരുടെ ഭാഗത്തുള്ള ഒരു തെറ്റാണ്. നിങ്ങൾ സ്വയമേ ചോദിച്ചു നോക്കൂ, അപ്പം മനസ്സിലാവും. അവർ പറഞ്ഞ വശമല്ലേ, ഇത് സംസ്ഥാനമാണ് ഈ ഒരു കേസിനകത്ത് ഇടപെടേണ്ടത്. ഇപ്പം ഇദ്ദേഹം ഇത് വാങ്ങിച്ചു വെച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് സംസ്ഥാനം സമ്മതിച്ചില്ലെങ്കിൽ എന്ത് കിടക്കും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി വീട് വയ്ക്കാൻ ഇതുപോലത്തെ പ്രശ്നങ്ങൾ നേരിടുന്നവരെല്ലാവരും ഇദ്ദേഹത്തിൻ്റെ സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ട് ഇതുപോലത്തെ നിവേദനങ്ങൾ അർപ്പിച്ചാൽ മതി. അദ്ദേഹം എന്തായാലും എടുത്ത കണക്ക് എന്തെങ്കിലുമൊക്കെ വിവാദങ്ങളുമായിട്ടുള്ള സംസാരങ്ങളായിരിക്കും
ചെയ്യുന്നത്. അപ്പം ഇതിന് പൊളിറ്റിക്കലി ഒരു ബെനിഫിറ്റ് ഏറ്റെടുത്ത് നമ്മുടെ ഭരണ പാർട്ടി അതിനെ ഏറ്റെടുത്ത് അവർക്ക് നടപ്പിലാക്കി കൊടുക്കും. അത്രയും സുതാര്യതയോടുകൂടിയും അത്രയും ഒരു ഫാസ്റ്റ് ആയിട്ടും നടക്കും. അപ്പം കൊള്ളാല്ലേ, അപ്പം കൊള്ളാം, നൈസല്ലേ, കാര്യവും നടക്കും. അപ്പം എനിക്ക് തോന്നുന്നു അതായിരിക്കും ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ഇപ്പം ഈ വേലായുധൻ ഇതുപോലെ എത്ര പേര് കാണും ഇതുപോലെ കാലാകാലങ്ങളായി വർഷാവർഷങ്ങളായിട്ട് അവർക്ക് കിട്ടേണ്ട ഓരോരോ കാര്യങ്ങൾ, ന്യായമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാതെ നമ്മളിങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നത്. കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഈ പാർട്ടി തന്നെയാണല്ലോ ഭരിക്കുന്നത്. അപ്പൊ ഇതുപോലെ കൊടുത്താൽ മതി. BJP ഇദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ കൊടുക്കണം. എങ്കിലേ ഇത്രയും ഒരു രൂക്ഷമായിട്ടുള്ള ഇതുപോലൊരു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഓരോരോ വാക്കുപിഴകളൊക്കെ വന്ന് ഇതുപോലെ പ്രശ്നങ്ങൾ റീച്ച് വരത്തുള്ളൂ. അപ്പോഴേ നമ്മുടെ പാർട്ടി കൃത്യമായിട്ട് എന്താണോ കൊടുക്കാനുള്ളത് അത് കൃത്യമായിട്ട് ചെയ്യും. സുരേഷ് ഗോപി എന്ന ഒരു സിനിമ അല്ലെങ്കിൽ ആ ഒരു സെലിബ്രിറ്റി ഒരു എന്താ പറയാ ഒരു തലക്കനം അല്ലെങ്കിൽ ഒരു പെരുമാറ്റം, സാധാരണക്കാരോടുള്ള സമീപനം, അതൊക്കെ ഇനിയും മാറ്റേണ്ട സമയമായി. ഒരു രാഷ്ട്രീയ രീതി ആയില്ലേ, ഇപ്പൊ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായില്ലേ. ഇനി അത് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് അദ്ദേഹം തിരുത്തേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളിലുള്ള ഒന്നാണ്. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രശ്നങ്ങൾ ഇനി ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും. അത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള എന്താ പറയാ പിഴവാണ്, എന്താ പറയാ പ്രശ്നമാണ്. അത് അദ്ദേഹം തിരുത്തി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആവും. അതല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു MP എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും പുറത്തു വരത്തുമില്ല. ഇതേപോലെ വരുന്ന പാകപ്പിഴകളും ഇതും കൂടുതലായിട്ട് വരും. 10 നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആരും ഒന്നും തിരിഞ്ഞു നോക്കത്ത് പോലുമില്ല. ഇതുപോലെ എന്തെങ്കിലും വാക്കുപിഴ സംഭവിക്കുന്ന ഒന്നോ രണ്ടോ പ്രശ്നങ്ങൾ മതി, ബാക്കിയുള്ള 10 മറന്ന് എല്ലാവരും ഈ പ്രശ്നങ്ങൾ മാത്രമായിരിക്കും എന്താ പറയുക ചിന്തിച്ച് നിൽക്കുന്നത്. എത്ര ന്യൂസുകൾ വന്നു, ഇദ്ദേഹം ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണുമല്ലോ, അതൊന്നും ഒറ്റ ന്യൂസിലോ ഒന്നിൽ പോലും വന്നിട്ടില്ല. ഇതുപോലെ ഈ വിവാദങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. എന്തായാലും നമ്മുടെ വേലായൻ ചേട്ടന് സന്തോഷമായി. എന്തായാലും ഇവര് പെട്ടെന്ന് വീട് വെച്ച് കൊടുക്കാതെ എന്തായാലും അതിനകത്ത് ഇവരെന്തായാലും താമസമൊന്നും വരുത്തത്തില്ല. കാരണം ഈ ഒരു ചൂടിൽ തന്നെ അവർ പെട്ടെന്ന് ചെയ്തു കൊടുക്കാനേ നേരത്തുള്ളൂ. കാരണം ഇവർക്കൊരു രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ അതൊരു ബെനിഫിറ്റ് അല്ലേ. അപ്പം ഇനിയും ഇതുപോലത്തെ ആൾക്കാർ നടക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ, നമ്മൾ ഗവൺമെന്റിനെ പല ആവർത്തി സമീപിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ എത്രയും വേഗം ഇതേപോലെ കരിങ്ക് തൃശ്ശൂരിലാണെന്ന് തോന്നുന്നു നടക്കുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് പോയി അവിടെ നിവേദനമോ എന്തോ ആണെന്ന് കൊടുക്കുക. അവിടെ അദ്ദേഹം ഇതുപോലെ എന്തെങ്കിലും വാക്കുപിഴകൾ പറഞ്ഞ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ രൂക്ഷമാവും, റീച്ചാവും, നിങ്ങൾക്ക് കാര്യങ്ങൾ സട്ടനടി നടക്കും. മുമ്പ് കുറെ നിവേദനങ്ങളൊക്കെ ഇതേപോലെ അല്ലാതെ നമ്മുടെ എന്താ പറയാ കേരളം ചുറ്റും ഫുള്ള് നിവേദനങ്ങൾ കളക്ട് ചെയ്ത് ഇഷ്ടം പോലെ എത്രയോ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഇപ്പം ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. അതൊക്കെ എല്ലാവർക്കും പ്രശ്നപരിഹാരം ആയോ, അതാ കുറച്ച് പെർസെന്റേജ് എങ്കിലും ആയിട്ടുണ്ടോ എന്നൊക്കെ വന്നിട്ട് കൊടുത്തവർക്കൊക്കെ അറിയാം. അതാ ഇപ്പോഴും എല്ലാം കെട്ടിക്കെട്ടർന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടോ, അതാ നമ്മുടെ ഈ ബസ് വാങ്ങിച്ച പൈസയൊക്കെ പാഴായി പോയോ എന്ന് ദൈവത്തിന് തന്നെ അറിയാം. ഇത്രയേ ഉള്ളൂ പറയാം. ദൈവം ഇത് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ദൈവം എന്നെ ഒരു സംഖ്യയായിട്ട് മുദ്ര കുത്തരുതേ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.